ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും പേരും ശുഭദാമ്പത്യം എന്ന പരമ്പരയിൽ നമ്മുടെ പുതിയ ഒരു സമാപന ഭാഗത്തേക്ക് നമ്മൾ കയറുകയാണ്. ശുഭദാമ്പത്യത്തിലൂടെ നമ്മൾ എത്തേണ്ടത് എവിടെയാണ് എന്നുള്ളതാണ്. ഹരിത കുടുംബം എന്നാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു ഹരിത കുടുംബം ആയിട്ടൊരു ഗ്രീൻ ഫാമിലി ആയിട്ട് മാറണം എന്നുള്ളതാണ്. അപ്പോ എങ്ങനെയാണ് ഈ ഹരിത കുടുംബം ഉരുവാക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ചില സൂചനകൾ തന്നുകൊണ്ടാണ് നമ്മൾ ഈ ശുഭദാമ്പത്യം എന്നുള്ള പരമ്പര അവസാനിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ആദ്യ സൂചന ഇതാണ്: മേക്കിംഗ് എ ഗ്രീൻ ഫാമിലി is based on mutuality, responsibility, susceptibility and resonance. ഹരിത കുടുംബ നിർമ്മിതി രണ്ട് വ്യക്തികൾക്കിടയിലെ പ്രതിസന്ധികൾ കുറയ്ക്കുന്ന ഒരു അവസ്ഥയല്ല ശുഭദാമ്പത്യം. മറിച്ച് അതൊരു ബോധ്യമാണ്, ധർമ്മമാണ്, സമൂഹവുമായും പ്രകൃതിയുമായും തന്റെ ചലനങ്ങളെ ഏകോപിച്ചു നിർത്തുവാനുള്ള നൈരന്തര്യമാണ്. അതിന് ദമ്പതികൾ ഇരുവരും പരസ്പരം പൂരിപ്പിച്ചുകൊണ്ട് ഏകതാളത്തിൽ ചലിച്ചുകൊണ്ട് സാമൂഹ്യമായും പാരിസ്ഥിതികമായും നിലകൊള്ളണം. സമൂഹവുമായും പരിസ്ഥിതിയുമായും പരസ്പരവുമുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. തന്റെ ഇണ തന്റെ തെരഞ്ഞെടുപ്പായിരുന്നില്ല, പകരം അത് പ്രകൃതിയുടെ കൽപ്പനയായിരുന്നു എന്ന് അറിഞ്ഞ് അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ആദരിക്കുകയും ആസ്വദിക്കുകയും വേണം. നിങ്ങൾ അറിഞ്ഞു തുടങ്ങിയ ഇണത്തത്തിന്റെ പ്രകൃതി നിയമങ്ങൾ ഇണയും അറിയണമെന്ന് ശക്തമായി ആഗ്രഹിക്കുകയും അറിയിക്കുകയും ശാഠ്യമില്ലാതെ ബോധ്യമാക്കുകയും വേണം. അപ്പോഴാണ് ഒരു ഹരിത കുടുംബം ഉണ്ടായി തുടങ്ങുക. അപ്പോ നമ്മൾ ഇത്രയും നാൾ ഇത് കേട്ടത് എന്തിനായിരുന്നു? ദാമ്പത്യത്തെ ശുഭീകരിക്കാൻ വേണ്ടിയിട്ട്. ദാമ്പത്യത്തെ ശുഭീകരിച്ച് നമ്മൾ എത്തുന്ന ഇടമാണ് ഹരിത കുടുംബം എന്ന് പറയുന്നത്. അപ്പോ ഹരിത കുടുംബം എന്ന് പറയുന്നത് പാരസ്പര്യത്തിൽ ഊന്നിയതാണ്, നമ്മൾ പഠിച്ചതാണ്. ഉത്തരവാദിത്വത്തിൽ ഊന്നിയതാണ്. അതിന് ഈ ദാമ്പത്യത്തിന്റെ അകത്ത് അല്ലെങ്കിൽ കുടുംബത്തിന്റെ അകത്ത് അതിന്റെ ഒരു സുരക്ഷിത വലയത്തിൽ സുഖമണ്ഡലത്തിൽ ഇങ്ങനെ സുഖശീതളമയിൽ ഇങ്ങനെ പോകാം എന്നുള്ളതല്ല. നമ്മൾ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം, ചില റിസ്കുകൾ എടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ ദൗത്യം ഏറ്റെടുക്കണം. അത് ഭംഗിയായി പോകേണ്ടതിന്റെ ഉത്തരവാദിത്തം അവർക്കല്ല, നമുക്കാണ്. ഈ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമാണ് അതെല്ലാം ക്രമമായി കൊണ്ടുപോകേണ്ടത് എന്ന് വിചാരിക്കുന്നത്. അത് നമുക്കാണെന്നുള്ള ഉത്തരവാദിത്തം നമുക്ക് ബോധ്യം വേണം. അതേപോലെ തന്നെ അവരെവിടെ നിൽക്കുന്നു, എങ്ങനെ നിൽക്കുന്നു, അതിനെ സ്വീകരിക്കാനുള്ള സസെപ്റ്റബിലിറ്റി, അതിനനുസരിച്ച് നിൽക്കാനുള്ള വിധേയത്വം നമുക്ക് വേണം. അതിനൊപ്പം അവരുടെ ചലനത്തിനനുസരിച്ച്, കുടുംബത്തിന്റെ ചലനത്തിനനുസരിച്ച്, സമൂഹത്തിന്റെ ചലനത്തിനനുസരിച്ച്, നമ്മുടെ ആന്തരിക ചലനങ്ങൾക്കനുസരിച്ച് റെസനേറ്റ് ചെയ്യാനുള്ള, അനുരണനം ചെയ്യാനുള്ള ഒരു സന്നദ്ധത നമുക്ക് വേണം. അപ്പോഴേ ഈ ഹരിത കുടുംബം എന്നുള്ളത് ഉണ്ടാവുള്ളൂ. ഹരിതം എന്ന് പറയുന്നത് ആ പച്ച കളറല്ല. ഹരിതം എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിയമങ്ങൾ പാലിക്കപ്പെടുക എന്നുള്ളതാണ്. പ്രകൃതിയുടെ നിയമങ്ങൾ പാലിക്കപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുന്നത് ഞാൻ എന്നുള്ള ഒരൊറ്റ സത്തയല്ല. ഞാനൊരു കൂടിനകത്ത് കൂടായിട്ടുള്ള വിന്യാസമാണ്. എന്റെ അകത്തും പുറത്തുമുള്ള എല്ലാമായും ഞാൻ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ നിരന്തര ചാക്രികതയിലൂടെ കടന്നു പോകുന്നു. ഞാൻ എല്ലാത്തിനെയും എന്നിലൂടെ കടത്തിവിടുന്നു. ഞാൻ എനിക്ക് അനുവദനീയമായ പരിധിയോളം ഞാൻ വളരുന്നു. അതിനെ എപ്പോഴും ഞാൻ തുലനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രകൃതിയുടെ നിയമം. പ്രകൃതിയുടെ പ്രാഥമിക നിയമങ്ങൾ ഇവയാണ്. ആ പ്രകൃതിയുടെ പ്രാഥമിക നിയമങ്ങൾ പാലിക്കുന്നവയാണ് ഹരിത കുടുംബമായി മാറുക, അല്ലെങ്കിൽ ഹരിത വ്യക്തിത്വമായി മാറുക, അല്ലെങ്കിൽ ഹരിത സംവിധാനമായിട്ട് മാറുക. അപ്പോൾ ഈ ഹരിത കുടുംബ നിർമ്മിതിയില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ശുഭദാമ്പത്യം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾക്കിടയിലുള്ള ക്രൈസിസ് റെസൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അതാണല്ലോ നമ്മൾ ഇവിടെ ഇപ്പൊ ഇത് അന്വേഷിച്ച് വരുന്നത്. ഇപ്പൊ കോഴ്സായിട്ട് ചെയ്തിരുന്ന സമയത്തൊക്കെ ഇത് അന്വേഷിച്ച് വരുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് ക്രൈസിസ് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് അന്വേഷിച്ച് വന്നത്. ക്രൈസിസ് മാറ്റാനല്ല ശുഭദാമ്പത്യം, ക്രൈസിസ് മാറിപ്പോകുമെന്നുള്ളതാണ്. ക്രൈസിസുകൾ മാറിപ്പോണമെങ്കിൽ, അതായത് ഇരുട്ടുള്ള മുറിയിൽ ഇരുട്ട് ഒഴിവാക്കണമെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ഇരുട്ടിനെ കോരിക്കളയാൻ കഴിയും? പറ്റില്ല. ഇരുട്ടിനെ നമുക്ക് തൊടാൻ കഴിയില്ല. നമുക്ക് ചെയ്യാവുന്നത് വിളക്ക് കൊളുത്തുക എന്നുള്ളതാണ്. ആ വിളക്ക് കൊളുത്തലാണ് ശുഭദാമ്പത്യം എന്ന് പറയുന്നത്. അതൊരു ബോധ്യമാണ് നമുക്ക് കൃത്യമായിട്ട്. അതായത് ഈ പറയുന്ന പാരസ്പര്യത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഒക്കെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവാം. ബോധ്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ്? എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മറക്കുകയും പിന്നെ അടുത്ത പ്രാവശ്യം ചോദിക്കുമ്പോൾ പറയുകയും ചെയ്യുന്ന ബോധ്യമല്ല.
ബോധ്യം എന്നുള്ളത് അത് നിരന്തരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ഞാൻ അതിലേക്ക് എത്തി, ആ ബോധ്യത്തിലേക്ക് എത്തി എന്ന് പറയുന്നത് നിരന്തരമായിട്ടുള്ള അവസ്ഥയാണ്. അതൊരു ധർമ്മമാണ്, ഉത്തരവാദിത്തമാണ്, ഞാൻ പ്രവർത്തിക്കാൻ എന്നിൽ നിയോഗിക്കപ്പെട്ടുള്ള കാര്യമാണ്. സമൂഹമായിട്ടും പ്രകൃതിയുമായിട്ടും എന്റെ ചലനങ്ങളെ ഏകോപിച്ച് നിർത്താനുള്ള നൈരന്തര്യമാണ് ഈ ശുഭദാമ്പത്യം എന്ന് പറയുന്നത്. സമൂഹമായിട്ട് ദമ്പതിയായിരിക്കുമ്പോൾ സമൂഹമായിട്ട് എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, പ്രകൃതിയുമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ആന്തരികമായ സമൂഹവുമായിട്ടും ആന്തരികമായ പ്രകൃതിയുമായിട്ടുള്ള ഉത്തരവാദിത്തം കൂടെ അതിനകത്ത് പെടും. അപ്പോ ഇത് ഏകോപിച്ച് നിർത്തുന്ന നിരന്തര പ്രക്രിയയാണ് ദാമ്പത്യം എന്ന് പറയുന്നത്. ഒരു ദമ്പതികളിൽ ഒരാളായിരിക്കുക, ഒരു ഇണയായിരിക്കുക എന്ന് പറയുന്നത് അത്രയേറെ ശ്രദ്ധ വേണ്ടുന്ന ഒരു കാര്യമാണ്. ബോധ്യമായിരിക്കണം, ധർമ്മമായിരിക്കണം. അത് ആ എല്ലാ ചലനങ്ങളെ ഏകോപിപ്പിക്കുന്ന, അനുരണനം ചെയ്യുന്ന ഒരു നിരന്തര ബോധ്യം, നിരന്തര പ്രക്രിയയായിരിക്കണം. അതിന് ഒരാൾ മാത്രം ചെയ്താൽ പോരാ, രണ്ടുപേരും പരസ്പരം ഏകോപിപ്പിച്ച് ഏകതാളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടുവേണം സമൂഹമായിട്ടും പരിസ്ഥിതിയുമായിട്ടും ചേർന്ന് നിൽക്കാൻ. ആ ഏകതാളമുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം നിങ്ങൾ. ആ ഏകതാളത്തിലായിരിക്കാൻ എപ്പോഴും നിരന്തരമായിട്ട് അതിങ്ങനെ ട്യൂൺ ചെയ്യണം, ഫൈൻ ട്യൂൺ ചെയ്യണം. ഏകതാളത്തിലല്ല എന്ന് മനസ്സിലാക്കുന്ന നിമിഷം നമ്മളെ പ്രവർത്തനങ്ങൾ അവിടെ നിർത്തിവെച്ച് ഏകതാളത്തിലേക്ക് എത്താനുള്ള പ്രക്രിയ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. സമൂഹവുമായും പരിസ്ഥിതിയുമായും പരസ്പരമുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. ഉത്തരവാദിത്തങ്ങൾ നിരന്തരം നിർവഹിച്ചുകൊണ്ടിരിക്കണം. സമൂഹത്തോട് കൊടുക്കാനുള്ളത് കൊടുത്തുകൊണ്ടേയിരിക്കണം, പരിസ്ഥിതിക്കുള്ളത് കൊടുത്തുകൊണ്ടേയിരിക്കണം. കൊടുക്കാന്ന് വെച്ചാൽ പരിസ്ഥിതിയെ സർവ് ചെയ്യാൻ വേണ്ടി ദിവസവും രാവിലെ വെച്ച് മരം നടാൻ പോവുക എന്നുള്ളതല്ല പറഞ്ഞു. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രക്രിയയിലും നമ്മൾ ഇക്കോ ഓറിയന്റഡ് ആയിരിക്കണം, സോഷ്യൽ ഓറിയന്റഡ് ആയിരിക്കണം, പെയർ ഓറിയന്റഡ് ആയിരിക്കണം, ഫാമിലി ഓറിയന്റഡ് ആയിരിക്കണം. അങ്ങനെയാകുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് കൺസേൺഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ആ സാധനം വാങ്ങുക എന്നുള്ളത് തന്നെ ശരിയാണോ നമ്മൾ ആലോചിക്കണം. വാങ്ങേണ്ടത് അത്യാവശ്യമാണെങ്കിൽ വാങ്ങണം. വാങ്ങുമ്പോൾ തന്നെ അതിൽ നിന്നും എത്രത്തോളം അനുചിതമായ പാഴുകൾ ഒഴിവാക്കണമെന്നുള്ള ആലോചിക്കണം. അതിന്റെ പാരിസ്ഥിതിക ആഘാതത്തെ കുറിച്ച് ആലോചിക്കണം. ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ആലോചനയാണ്, തീക്ഷ്ണമായിട്ടുള്ള അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ബോധ്യമാണ് ഈ ഡീപിക്കോളജിക്കൽ ആയിട്ടുള്ള ബോധ്യം എന്ന് പറയുന്നത്, ഡീപിക്കോളജിക്കൽ അവയർനെസ് എന്ന് പറയുന്നത്. അതുണ്ടായിരിക്കണം. മാത്രമല്ല, ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് എന്റെ ഇണ എന്ന് പറയുന്നത് എന്റെ തെരഞ്ഞെടുപ്പ്, ഞാൻ നിന്നെ കെട്ടിയല്ലോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇങ്ങനെ വന്നു പോയല്ലോ എന്ന് പറയുന്നതിന് പകരം, അതാണ് നമ്മൾ പലപ്പോഴും പറയുക, നമ്മൾ എല്ലാവർക്കുമുള്ള ഒരു വിചാരമാണ് അത് എന്റെ തെരഞ്ഞെടുപ്പ് ആയിരുന്നു എന്നുള്ളത്. എന്റെ തെരഞ്ഞെടുപ്പ് ആയിരുന്നില്ല, അത് പ്രകൃതിയുടെ കൽപ്പനയായിരുന്നു എന്ന് അറിഞ്ഞ് അംഗീകരിക്കണം. അത് അറിയണം, അത് അങ്ങനെ ആദ്യം അതുണ്ടെന്ന് അറിയണം, അതിനെ അംഗീകരിക്കണം, അതിനെ സ്വീകരിക്കണം, അതിനെ ആദരിക്കണം, അതിനെ ആസ്വദിക്കണം. അങ്ങനെയാകുമ്പോൾ മാത്രം, അത് പ്രകൃതിയുടെ കൽപ്പന, എനിക്ക് വേണ്ടി ഈ സംഭവം ഇത്ര കൃത്യമായിട്ട് ചന്തമായിട്ട് ഡിസൈൻ ചെയ്ത് തന്ന അത് എന്താണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്ന് വേണം. അതിനെ ആദ്യം അറിയണം, അംഗീകരിക്കണം, ആദരിക്കണം, ആസ്വദിക്കണം, അതിനെ സ്വീകരിക്കണം. ഓക്കെ. അപ്പോ നിങ്ങൾ അറിഞ്ഞു തുടങ്ങിയ ഇണത്തത്തിന്റെ പ്രകൃതി നിയമങ്ങൾ ഇണയും അറിയണമെന്ന് ആഗ്രഹിക്കണം. ഇപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഇണയെ അറിയിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അറിയിക്കണം എന്ന് പറയുമ്പോൾ അറിയണമെന്ന് ശക്തമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കണം. ആദ്യം വേണ്ട നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹമാണ്. പതുക്കെ അത് കൺവേ ചെയ്യണം, പതുക്കെ കൺവേ ചെയ്യണം. അവരെ ബോധ്യപ്പെടുത്തണം. പക്ഷെ ബോധ്യപ്പെടുത്താൻ പോകുന്ന സമയത്ത് അവരെ ചെവിക്ക് പിടിച്ച് ബോധ്യപ്പെടുത്താൻ നിർത്തരുത്. ശാഠ്യം പിടിക്കരുത്. അക്കാര്യത്തിൽ അവരെ ബോധ്യപ്പെട്ടേ പറ്റൂ ശാഠ്യം പിടിക്കരുത്. അവരുടെ മുന്നിൽ അറിയിക്കുക, അവതരിപ്പിക്കുക, ശക്തമായി ആഗ്രഹിക്കുക. അത് പതുക്കെ അവരിൽ എത്തിക്കോളും. അതേ സമയം നിങ്ങൾ ശാഠ്യം പിടിക്കാൻ പോയാൽ അവർ ഇതിൽ നിന്നും ദൂരത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ ബോധ്യമായതെന്നോ അത് നിങ്ങളുടെ ഇണയിലേക്ക് കൂടെ പകർന്നു കൊടുക്കാനുള്ള ഒരു മാനസിക തലത്തിലേക്ക് കൂടെ വരിക. പതുക്കെ ഹരിത കുടുംബം എന്നുള്ള ആ ഒരു പ്രോസസ് ഉണ്ടായി വരും, അല്ലെങ്കിൽ അതിലേക്ക് കടന്നു വരും, അവിടെ ഉണ്ടായി തുടങ്ങും. അപ്പോ ഈ ഒരു ഗ്രീൻ ഫാമിലി ഉണ്ടാക്കുക എന്നുള്ളത്, അതായത് എന്റെ ജീവിതത്തിലെ ഈ ക്രൈസിസ് ഒഴിവാക്കുന്ന ഒരു ദാമ്പത്യം കെട്ടിപ്പടുക്കുക എന്നുള്ളതിന് പകരം പതുക്കെ ഒരു ഹരിത കുടുംബമായി മാറുക, ഞാനൊരു ഹരിത വ്യക്തിത്വമായി മാറുക, ഞാനൊരു ഹരിത കുടുംബമായിട്ട് മാറുക നമ്മുടേത്, ഞാനൊരു ഹരിത പരിസ്ഥിതിയിൽ ജീവിക്കുക, ഹരിത സമൂഹത്തിലേക്ക് നീങ്ങുക. ഈ വിധത്തിലുള്ള ഒരു ഇക്കോസ്റ്റേറ്റ് വീക്ഷണമായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. അവിടെയാണ് നമ്മൾ ശരിയാം വിധമുള്ള ശുഭദാമ്പത്യത്തിലേക്ക് എത്തുക. അപ്പൊ അതിന്റെ പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പ്രായോഗികതയുടെ ആ തലങ്ങളാണ്. അതിങ്ങനെ ഒരു 3-4 കാര്യങ്ങൾ കൂടെ പറയാറുണ്ട്. അതുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഈ വഴിയിലേക്ക് ചിന്തിച്ചെത്തുക, പ്രയോഗിച്ചെത്തുക, അനുഭവിക്കുക, അതായിത്തീരുക. നന്ദി, നമസ്കാരം.
ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.